2026 അല്ലെങ്കിൽ ഇനി നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഇപ്പോൾ പൈത്തൺ മാത്രം പഠിച്ചത് കൊണ്ട് ഒരു ജോബ് കിട്ടണമെന്നില്ല. നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഡൊമെയിൻസ് ഉണ്ട്. അതായത് നമുക്ക് വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പൈത്തൺ വെച്ചിട്ട്. അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഡാറ്റ സയൻസ്, ഓട്ടോമേഷൻ, ഗെയിം ഡെവലപ്മെൻറ്റ്, ഇവിടെയൊക്കെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പൈത്തൺ ഇതിൻ്റെയൊക്കെ ഒരു ബേസാണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇതിലത്തെ ഏതെങ്കിലും ഒരു ഡൊമെയിനിലും കൂടി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു കമ്പനിയിൽ തന്നെയാണ് ജോബ് വേണ്ടെങ്കിൽ ഇതിലത്തെ ഡൊമെയിൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, അതിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ജോബ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അതാണ് സത്യം. അത് നമുക്ക് ഇപ്പോൾ ജോബ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ജോബ് മാത്രമല്ല, നമുക്കിപ്പോൾ ഫ്രീലാൻസിങ് ഒരു കരിയർ പാത്താണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒരു കരിയർ പാത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ വേൾഡായിട്ട് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തുടങ്ങിയത് പറയുമ്പോൾ രണ്ടാൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതേപോലെ പണ്ടത്തെ കാലത്തൊക്കെ ലെറ്റേഴ്സ് അയച്ചിട്ടല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ടെലിഫോൺ വന്നപ്പോൾ എന്തായി, കുറച്ചും കൂടി അവിടെ എളുപ്പമായി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഈ റിയൽ വേൾഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരാളാണ് ഈ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. കമ്പനീസിന് എല്ലാവർക്കും വെബ്സൈറ്റ് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ കേസിൽ തന്നെ നമുക്ക് അവിടെയും ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒരു കരിയർ പാത്താണ്. ഫ്രീലാൻസിങ് ഒരു കരിയർ പാത്താണ്. ഫ്രീലാൻസിങ് ആണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് ഫൈവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കമ്പനിയിൽ തന്നെ ജോബ് വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നൗക്കരി, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് ജോബ് പോർട്ടൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നമുക്ക് ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കോർ പൈത്തൺ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഈ ഒരു സീരീസിൽ ആ ഒരു കോർ പൈത്തൺ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കരിയർ പാത്ത് ഏതും ആയിക്കോട്ടെ, ആ പാത്തിലേക്ക് എത്തിക്കാനുള്ള കോർ പൈത്തൺ ആണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പൈത്തൺ എന്നുള്ളതാണ്. പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ടെൽസ് എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. അപ്പോൾ അതേപോലെയുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യാൻ പറയുക, 2 നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ പറയുക, ഒരു ഇപ്പോൾ 1 to 10 വരെയുള്ള നമ്പേഴ്സ് അതിൽ ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 1 to 10,000 വരെയുള്ള നമ്പേഴ്സിലത്തെ പ്രൈം നമ്പേഴ്സ് മാത്രം പ്രിൻ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പൈത്തണും ഇതേപോലെ തന്നെയുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ പഠിക്കാനായിട്ട് എളുപ്പമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കോഡ് ഏകദേശം ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെയാണ്. നമുക്കതിൽ ഇഫ്, എൽസ്, അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ അതേപോലെ സിമ്പിൾ, റീഡബിൾ, ഇതൊക്കെയാണ് നമുക്ക് പൈത്തണിൽ വരുന്ന പ്രത്യേകതകൾ. അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ് പൈത്തൺ. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പൈത്തണിൽ വരുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൈത്തൺ നമുക്ക് ഇത്രയും ഡൊമെയിൻസിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കരിയർ പാത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് കമ്പനിയിൽ ജോബ് നോക്കാൻ പറ്റും, ഫ്രീലാൻസിങ് ചെയ്യാം, സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോർ പൈത്തൺ നമുക്ക് ഈ ഒരു സീരീസിലൂടെ തന്നെ നമുക്കത് കവർ ചെയ്യാം. സോ ഇതാണ് പൈത്തൺ. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു IDE എന്നാണ് പറയുക, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു IDE ഇതിനെ നമ്മൾ ഗൂഗിൾ കൊളാബ് എന്നാണ് പറയാറ്. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കോഡെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്.
ഒപ്പം തന്നെ നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് എല്ലാ സിൻടാക്സും കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റില്ല. അത് എല്ലാവരും മറക്കും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ പൈത്തൺ പഠിച്ചു, ഇനിയിപ്പോൾ ജാവാസ്ക്രിപ്റ്റാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പൈത്തൻ്റെ കോഡ് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ലോജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ആ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എത്തിക്കുന്ന ആ ഒരു കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതിനെ അൽഗോരിതം അല്ലെങ്കിൽ ലോജിക് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലോജിക്ക് നമുക്ക് മറന്നുപോകില്ല. അപ്പോൾ അത് ലോജിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം നമുക്കൊരു എക്സ്പേർട്ട് പ്രോഗ്രാമർ ആവാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഇരുന്നിട്ട് കോഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ഡെഡിക്കേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുക. നമുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നവരല്ല. എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഇത്ര മിനിറ്റ് വെച്ച് പഠിച്ചാലാണ് നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെയും വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഗൂഗിൾ കൊളാബ് എന്താണെന്നുള്ളതാണ്. സോ ഗൂഗിൾ കൊളാബ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ കൊളാബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെയാണ്. ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പം നമുക്ക് ഏകദേശം കിട്ടാൻ പോകുന്ന ഇൻ്റർഫേസ് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു പുതിയൊരു നോട്ട്ബുക്കാണ് ക്രിയേറ്റ് ആവുക. നോട്ട്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടാവും, താഴത്ത് അതിൻ്റെ ആൻസർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമുക്കൊരു നോട്ട്ബുക്ക് പോലെ കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു സെല്ല് എഴുതാം. സെല്ല് എന്നാണ് പറയുക. നമുക്ക് ടെക്സ്റ്റിൻ്റെ സെല്ലുണ്ട്, അത് ഇതേപോലത്തെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു നോട്ട്ബുക്ക് പോലെ കീപ്പ് ചെയ്യുക, അതാണ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സെല്ലാണ് ഇത്. ഇനി നമ്മൾ കോഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ കോഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റിൻ്റെ സെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ ഒരു പുതിയൊരു സെല്ല് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ മുകളിലത്തെ സെല്ല് ഡിലീറ്റ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെല്ല് അവിടെ ഡിലീറ്റ് ആവും. ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫയലിൻ്റെ പേര് കൊടുക്കാനായിട്ട് പറ്റും. സോ ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ പേര് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫയലിൻ്റെ പേര് മാറ്റുക. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇനി പുതിയൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കണം. ഫയലിൽ പോവുക, ന്യൂ നോട്ട്ബുക്ക് ഇൻ ഡ്രൈവ്. ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ സിമ്പിളാണ് ഇവിടെ ഉള്ളത്. സോ ഞാനിവിടെ ഒരു ടെക്സ്റ്റിൻ്റെ സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രിൻറ്റിങ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് എനിക്കിത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക ഈ ഒരു സെല്ല്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ സെല്ല് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷിഫ്റ്റും എൻ്ററും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെല്ല് നമുക്ക് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റൊക്കെ ബോൾഡാണ്, അതേപോലെ കുറച്ചും കൂടി വലിയൊരു സൈസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് വീണ്ടും ഈ ഒരു സെല്ല് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഈ ഒരു ടോഗിൾ ഹെഡിങ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ഐക്കൺ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലിയൊരു സൈസായിട്ടത് കിട്ടും. ഇനി ഒന്ന് ബോൾഡ് ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബീൻ്റെ ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോൾഡ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. സോ നമുക്കിവിടെ ഷിഫ്റ്റും എൻ്ററും കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ നമുക്ക് ആ ഒരു ഫോർമാറ്റിങ്ങിൽ നമ്മുടെ ടെക്സ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രോഗ്രാം ഇവിടെ എഴുതി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ ഒരു നോട്ട്ബുക്ക് പോലെ തന്നെ എഴുതി വയ്ക്കാം. അതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ സെർവറിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഗൂഗിളിൻ്റെ സെർവറിലാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം
എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റാം അതേപോലെ ഡിസ്ക് സ്പേസ് ഉണ്ട്. നമുക്ക് 12 GB റാമും 107 GB സ്പേസ് ഉള്ളൊരു സെർവറാണ് ഗൂഗിൾ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഈ ഒരു സെർവറിലാണ് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യുന്നത്. അതാണ് കൊളാബിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ സെല്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോൾ തീം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് തീം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ടൂൾസ് ഉണ്ട്. ടൂൾസിൽ സെറ്റിങ്സിൽ പോവാം. ഇവിടെ കണ്ടോ നമുക്ക് തീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡാർക്ക് എന്ന് മാറ്റിയിട്ട് ലൈറ്റ് ആക്കുക. ഇവിടെ സേവ് ചെയ്യുക. അപ്പം നമുക്കിവിടെ ലൈറ്റ് തീമിൽ നമുക്കിത് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ തീം ചേഞ്ച് ചെയ്യുക. ഒപ്പം തന്നെ നമുക്കിവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് വേറെയും കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ വേറെ തീമുകളുണ്ട്. നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഴുതിയ സ്റ്റൈല് മാറ്റാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെയും വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളത് കസ്റ്റമൈസ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ റൺ ടൈം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമുക്ക് CPU-ൽ എക്സിക്യൂട്ട് ചെയ്യണോ GPU-ൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ട്. നമുക്ക് GPU ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് GPU വേണ്ടത്. GPU എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഗ്രാഫിക് കാർഡ് എന്ന് പറയും. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ CPU-ൽ റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ജസ്റ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കോഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു സെല്ല് ഇവിടെ വരും. നമുക്ക് സെല്ല് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ഒപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ജെമിനി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് ഇതിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന ടൈമിൽ AI യൂസ് ചെയ്തിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ഇവിടെ ജസ്റ്റ് ഹലോ വേൾഡ് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇനി എൻ്റർ കൊടുത്ത് നമ്മൾ ഷിഫ്റ്റും എൻ്ററും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഡബിൾ കോഡ്സിൽ എഴുതിയ സ്ട്രിങ് ആണ്. നമുക്ക് ഡാറ്റ ടൈപ്സ് എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഡാറ്റ ടൈപ്സ് അതേപോലെ നമ്മുടെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും, അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ കൊളാബ് നമുക്ക് യൂസ് ചെയ്യുക. ഒപ്പം തന്നെ നമുക്ക് നോട്ട്ബുക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് വേരിയബിൾസ്, എന്താണ് ഡാറ്റ ടൈപ്പ്, എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്.